ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഈ ചൂടിനും നോമ്പിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയം 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡറാണ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഇതിപ്പോൾ ഹോം മെയ്ഡായിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കടയിൽ നിന്നും വാങ്ങുന്ന കസ്റ്റാർഡ് പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി കുറച്ച് പാലൊഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലൊന്ന് കുറുകി കിട്ടും. ഇതുപോലൊന്ന് കുറുകി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി വരുന്നതാണ്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറ്റിയെടുക്കാം. ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ ചൂട് മാറിക്കിട്ടാൻ പ്രയാസമായിരിക്കും. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ചൂട് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കസ്കസൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഉണ്ടാവുക. ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് ലൂസാക്കി എടുക്കാം. തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ആപ്പിൾ കൂടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതിയാകും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഡ്രിങ്ക് റെഡിയാണ്. ഇത് നമുക്ക് വെൽക്കം ഡ്രിങ്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്